ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, എന്നാൽ നമുക്ക് വേണ്ട ഫീച്ചറുകൾ കിട്ടണം, എന്നാൽ അത് അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിരിക്കണം, അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള സാധനമായിരിക്കണം. അപ്പം അത് 3-4 ഘടകങ്ങളെല്ലാം ഒത്തു വന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ക്യാമറ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. DDPAന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണിത്. ലൈവ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലൈവ് കാണുന്നത്. ഇപ്പം ഇങ്ങനെ തിരിക്കും തോറും നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. അത് ഈ ഒരു ആപ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഫോട്ടോ ഞാനിപ്പോൾ എടുക്കാൻ പോവാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതപ്പോൾ ഡൗൺലോഡായി. ക്യാമറക്കാരും വിലയാണ് മെമ്മറി കാർഡിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡാഷ് ക്യാം ആണ് അൺബോക്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DDPAന്റെ മിനി പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഡാഷ് ക്യാം ആണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞാലും തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡാഷ് ക്യാം ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഇതിന്റെ പ്രൈസ് 2500 രൂപയാണ് വരുന്നുള്ളൂ. അപ്പം ആമസോണിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. അപ്പൊ ഇത് ഓഫർ പ്രൈസിന് 2500 താഴെയൊക്കെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം നമുക്ക് ഇത് കാറിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. കോഡിങ് എങ്ങനെ ഉണ്ടെന്നുള്ളത് വിഷ്വൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. പെട്ടി പൊട്ടിച്ചാലോ. ഇത് ബ്ലാക്ക് ബോക്സ് ആണ്. ബോക്സിൽ തന്നെ സെൻട്രലായിട്ട് അവരുടെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്, DDPAI. ഡാഷ് ക്യാമിന്റെ മോഡൽ പറഞ്ഞിട്ടുണ്ട് DDPA മിനി പ്രോ. DDPAന്റെ ഒരുപാട് ഡാഷ് ക്യാമറകൾ അവൈലബിൾ ആണ്. അതിനകത്ത് മിനി പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് കുറെ ഫീച്ചർ ഉണ്ട്. ഫീച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് ജസ്റ്റ് ഈ പെട്ടി ഒന്ന് പൊട്ടിക്കാണോ. ഇത് പൊട്ടിക്കാനൊന്നുമില്ല. ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു സീലിംഗ് ആയിട്ടായിരുന്നു തന്നെ. അപ്പൊ സീലിംഗ് ഞാൻ പൊട്ടിച്ചു. അതിനുശേഷം കവർ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. കവർ എടുക്കുമ്പോൾ തന്നെ DDPAന്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു QR കോഡ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്യാമറയ്ക്ക് ബ്രാൻഡ് വാറണ്ടി എന്ന് പറയുന്നത് 18 മന്ത്സ് ആണ്, 18 മാസം. യൂസർ ഗൈഡുകളാണ്. എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഇതിന്റെ ഫങ്ഷണാലിറ്റി ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് ഈ ഒരു യൂസർ ഗൈഡിനകത്തുണ്ട്. ഇത് നമുക്ക് തൽക്കാലം മാറ്റാം കേട്ടോ. പിന്നെ ഇത് ആ കവറിനകത്തുള്ളത് 2 സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡാഷ് ക്യാം നമ്മുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ഗ്ലാസ്സിൽ ഒട്ടിക്കാനുള്ള കേട്ടോ. അപ്പൊ ഇതിനകത്ത് നിന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ലൈറ്റ് ആയിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് 2 ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഗ്ലാസ്സിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറാണ്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തെ ഇതെല്ലാം വേണ്ടതാണ്. പിന്നീട് വരുന്നത് കേബിളാണ്. നമ്മുടെ ഡാഷ് ക്യാം കണക്ട് ചെയ്തിട്ട് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് നീട്ടമുള്ള അത്രയും ലെങ്തിലുള്ള കേബിളാണ് വന്നേക്കുന്നത്. അതിന്റെ വൺ സൈഡ് വന്നേക്കുന്നത് മൈക്രോ USB ആട്ടോ. അതർ സൈഡ് വന്നേക്കുന്നത് നമ്മുടെ സാധാ USB ആണ്. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു കണക്ടർ ഉണ്ട്. അത് നമ്മുടെ കാറിനകത്തൊക്കെ 12 വോൾട്ടിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തേക്ക് ഇത് പ്ലഗ് ചെയ്തതിന് ശേഷം ഈ USB നമുക്ക് അതിനകത്ത് ഇങ്ങനെ കുത്തി കൊടുത്താൽ കേട്ടോ. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സകല സാധനങ്ങളും ഇൻക്ലൂഡ് ആയിട്ടാണ് ക്യാമറയുടെ കൂടെ വരുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇത് വേറൊരു സ്റ്റിക്കാണ്. ഇപ്പൊ നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ വയറ് നമ്മുടെ കാറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റിക്കാണ്. ഇൻസ്റ്റാളേഷനുള്ള എല്ലാ സംഗതികളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ ക്വാളിറ്റി നോക്കി, ക്ലീൻ ആയിട്ടിരിക്കണം നോക്കി, നല്ല അടിപൊളി സാധനം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതിനകത്തുള്ളത് എന്താ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ക്യാമറയാണ്. ഇതാണ് നമ്മുടെ DDPAന്റെ മിനി പ്രോ എന്ന് പറയുന്ന ആ ഒരു ഡാഷ് ക്യാം കേട്ടോ. ഇത് നമുക്ക് ഇതുണ്ട് ഇങ്ങനെ 330 ആംഗിൾ വരെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. 360 പറ്റത്തില്ല, 330 നമുക്ക് അത്രത്തിന്റെ ആവശ്യമാണ് വരുന്നുള്ളൂ. അതായത് നമ്മൾ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്യുമോ, സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ക്യാമറ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ക്യാബിനകത്തേക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് തിരിച്ചു വെക്കാനും ഒക്കെ ആയിട്ട് 330 ഡിഗ്രി വരെ നമുക്കിത് റൊട്ടേറ്റബിൾ ആണ് കേട്ടോ. ക്യാമറ ലെൻസിലാണെങ്കിൽ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതാണ് ക്യാമറ. ഒരു ചെറിയ ക്യാമറ കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചറുകളും ഉള്ള ഒരു ക്യാമറയാണ്. ഇതിനകത്ത് നമുക്ക് 256 GB വരെ ഉള്ള മെമ്മറി കാർഡ് നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് സാധിക്കും. ഇവിടെയാണ് മെമ്മറി കാർഡ് ഇടുന്നത്, ഇതിന്റെ ഈ ഒരു ബാക്ക് സൈഡ്. പിന്നെ ഈ ഒരു റെഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കറാണ്. അപ്പൊ ഇത് പൊളിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് ഇത് ഒട്ടിച്ചു വെക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിന്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലൈവ് എന്തെങ്കിലും ഇൻസിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഒക്കെ വേണമെങ്കിൽ ക്യാമറ തന്നെ നമ്മളോട് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മൈക്കും സ്പീക്കറുകളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൈക്രോ USB, അതായത് ഞാൻ ആദ്യം കാണിച്ച കേബിൾ ഉണ്ട്. ആ കേബിൾ കണക്ട് ചെയ്യാനുള്ള മൈക്രോ USB പോർട്ട് ഉണ്ട്. മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇവിടെ ഒരു LED ലൈറ്റും ഉണ്ട് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു
ബാറ്ററിയുടെ അത്രയാണ് ഈ സാധനം ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ട് മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ വൈഫൈ വെച്ചിട്ട് നമുക്ക് ലൈവ് ആയിട്ട് നമ്മുടെ ഫോണിനകത്ത് നമുക്ക് ഇതിന്റെ വിഷ്വൽ ഒക്കെ കാണുകയും ചെയ്യാം. ആവശ്യമുള്ള വിഷ്വൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. വേറെ നമുക്ക് അതിന്റെ ക്യാപ്ചർ ആക്കി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചർ ഇതിന്റെ ആപ്പ് തരുന്നുണ്ട്. DDPA എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വൈഫൈ വെച്ചിട്ട് വൈഫൈയിലേക്ക് ഈ DDPA കണക്ട് ആവും. ലിങ്ക് വരും. ആ ലിങ്ക് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മീറ്ററിനുള്ളിൽ നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണായിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് കണക്ട് ആയിക്കോളൂ കേട്ടോ. അപ്പൊ ലൈവ് വിഷ്വൽസ് നമുക്ക് നമ്മുടെ ഫോണിൽ കാണാം. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, എന്നാൽ നമുക്ക് വേണ്ട ഫീച്ചറുകൾ കിട്ടണം, എന്നാൽ അത് അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിരിക്കണം, അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള സാധനമായിരിക്കണം. അപ്പം അത് 3-4 ഘടകങ്ങളെല്ലാം ഒത്തു വന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് DDPA-ന്റെ ഈ മിനി പ്രോ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ കേട്ടോ. ഇതിനകത്ത് G സെൻസർ ഉണ്ട്, ആക്സിഡന്റ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ 24 hours നമുക്ക് ഇത് റെക്കോർഡിംഗ് ആയിരിക്കും. അപ്പൊ 24 hours റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര ഹെവി ലോഡഡ് ആയിരിക്കില്ല. 1 frame per second ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അത് ടൈം ലാപ്സിന്റെ പോലെ. അപ്പൊ അങ്ങനെ 24 hours നമുക്ക് ഈ ഒരു കാർ ഇങ്ങനെ ഫുള്ള് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും, കാറിന്റെ പുറത്തുള്ള വിഷ്വൽസ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ക്യാമറ ഓട്ടോമാറ്റിക്കലി അത് സേവ് ചെയ്ത് വേറെ ഫോൾഡറിനകത്തേക്ക് മാറ്റി വിടും. അപ്പം ഈ ഫീച്ചറൊക്കെ ഈ ഒരു ക്യാമറ മാത്രമുള്ളതല്ല, നോർമൽ ആയിട്ടൊരു ഡാഷ് ക്യാമില് ഉള്ള ഫീച്ചറുകളൊക്കെയാണ് ഇതും. അപ്പൊ അതും ഇതിനകത്തുണ്ട്. അപ്പൊ അത്രയൊക്കെ ഫീച്ചറാണ് നമുക്കൊരു നോർമൽ ഡാഷ് ക്യാം നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K റെസൊല്യൂഷനാണ്. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഡേയിലും നൈറ്റിലും കിട്ടുന്ന രീതിയിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. 3MB ക്യാമറയാണോ ഉള്ളൂങ്കിലും നല്ല വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ക്യാമറ ഇതിന്റെ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ 140 ഡിഗ്രി വരെ, അതായത് അത്യാവശ്യം നല്ലൊരു വൈഡാണ്. അത്രയും വൈഡിൽ തന്നെ നമുക്ക് ഈ ഒരു ലെൻസ് കൊണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും വൈഡ് നമുക്ക് മാക്സിമം നല്ല വൈഡ് ഏരിയ കിട്ടുന്നതാണ് നമുക്ക് എപ്പോഴും ഗുണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ പോകുന്ന വണ്ടികളും എല്ലാം നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ആവും. അപ്പൊ 140 ഡിഗ്രി വരെ വൈഡ് ആംഗിൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാമറ കൊണ്ട് പറ്റുമല്ലോ. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയില് ബാറ്ററി ഇല്ല. സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പാസിറ്റർ വെച്ചിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സൂപ്പർ കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ കേരളത്തിലെ, ഹെവി ചൂട് വരൂലേ, ഹെവി ചൂടിലും അല്ലെങ്കിൽ നല്ല തണുപ്പ് വരൂല, ആ ഒരു കണ്ടീഷനിലൊക്കെ ഈ സൂപ്പർ കപ്പാസിറ്റർ ഒരു കംപ്ലൈന്റും ഇല്ലാതിരിക്കും കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് ഇൻബിൽറ്റ് ബാറ്ററി വന്ന തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് വഴി നല്ല ചൂട് വന്നു കഴിയുമ്പോൾ തന്നെ ഈ ബാറ്ററി വീർക്കാനും അത് കംപ്ലൈന്റ് ആകാനും ഒക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം ഈ കപ്പാസിറ്റർ, സൂപ്പർ കപ്പാസിറ്റർ ഉള്ള ഡാഷ് ക്യാം മേടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. -ഡിഗ്രി വരെയുള്ള താങ്ങാനും പ്ലസ് വരെയുള്ള ഡിഗ്രിയിലേക്ക് പോകാനും ഒക്കെ കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു സൂപ്പർ കപ്പാസിറ്റർ. എല്ലാ ഡാഷ് ക്യാമറയുടെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് റെക്കോർഡിംഗ് ആണ് തന്നെ. അപ്പൊ ഞാൻ പറയാൻ കാരണം ഈ ക്യാമറയ്ക്ക് 2500 രൂപ ആയെങ്കിലും ഇതിന്റെ മെമ്മറി കാർഡ് മേടിക്കാനായിട്ട് കുറഞ്ഞത് 2500 രൂപയാവും, ഏറ്റവും കുറഞ്ഞത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ലോക്കൽ മെമ്മറി കാർഡ്, ഇതിനകത്ത് നല്ല ഏതൊരു ഡാഷ് ക്യാമറയിലും ലോക്കൽ മെമ്മറി കാർഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2K റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ വേണം. പിന്നെ പഴയ ക്യാമറയൊക്കെ ഉണ്ട് 1080p പറ്റും, അതിന് വീണ്ടും പ്രശ്നമില്ല. 2K 4K റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള മെമ്മറി കാർഡ് തന്നെ ഇടണം. അത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലൂപ്പ് റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. ലൂപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 128 GB മെമ്മറി കാർഡ് ഇട്ടു, അത് ഒരു 10-30 ദിവസത്തെ റെക്കോർഡിംഗ് ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ ബാക്കി റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് ഈ മെമ്മറി കാർഡ് ഫുൾ ആവുമല്ലോ. ഈ ഫുള്ളായി കഴിയുമ്പോൾ ഏറ്റവും ആദ്യത്തെ വിഷ്വല് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഇത് വരും. അങ്ങനെ ലൂപ്പായിട്ട് ഏറ്റവും പഴയ സാധനങ്ങൾ റിമൂവ് ആയി പുതിയത് കയറി ഇങ്ങനെ റൗണ്ട് അടിച്ച് ലൂപ്പ് റെക്കോർഡ് ചെയ്യും. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മെമ്മറി കാർഡുകൾ നമ്മൾ മേടിച്ചു തരണം. മെമ്മറി കാർഡിന് ഈ ഒരു ഇടയായിട്ട് നല്ലപോലെ റേറ്റ് കൂടിയില്ല ചിപ്പിന്റെ വിലയൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ 10,000 രൂപ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ഞാനിപ്പം നമ്മൾ 3000-3500 രൂപ കൊടുക്കേണ്ട വരണം. നമുക്കൊരു മിനിമം ഒരു 128 എങ്കിലും ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ച് ലോങ് ബാക്കുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ മേടിച്ച ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ് വന്നേക്കുന്നത്. ഞാനിത് മേടിച്ച മെമ്മറി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2999 രൂപ. ക്യാമറക്കാളും വിലയാണ് മെമ്മറി കാർഡില്. അത് ജസ്റ്റ് അത് പറഞ്ഞുള്ളൂ. അപ്പൊ എല്ലാം കൂടെ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 5000 രൂപയില് ഒതുങ്ങാൻ പാകത്തിന് നമുക്ക് ഈ ഒരു ക്യാമറയും പരിപാടി എല്ലാം കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ മെമ്മറി കാർഡിന് ഇത്ര റേറ്റ് കൂടിയോണ്ടാണ്. നേരത്തെ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുമായിരുന്നു കേട്ടോ. മെമ്മറി കാർഡ് മേടിക്കുമ്പോൾ ഇതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മെമ്മറി കാർഡ് മേടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എമർജൻസി എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു പൂച്ച വട്ടം ചാടുക, പട്ടി വട്ടം ചാടുക, ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുക, പാർക്ക് ചെയ്യുമ്പോൾ വന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യില്ല ചിലർ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പം എമർജൻസി ആയിട്ട് അത് റെക്കോർഡ് ചെയ്ത് അത് സേവ് ആക്കി വെക്കും.
അപ്പൊ അതിനാണ് ജി സെൻസർ യൂസ് ചെയ്യുന്നത്. ജി സെൻസറും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഡാഷ് ക്യാമറകളിലൊക്കെ ഉള്ള ഒരു സംഭവം കേട്ടോ. ഇതാണ് ആമസോണിൽ കിടക്കുന്നത്. നോക്കിയാൽ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിന്റെ റേറ്റ് ഇപ്പൊ കിടക്കുന്നത് 2699 കേട്ടോ. ഞാനൊരു ഓഫറും കാര്യങ്ങളൊക്കെ വന്നപ്പം 2500 താഴെ നമുക്ക് മേടിക്കാനായിട്ട് സാധിച്ചു. അപ്പം ഇതൊക്കെയാണ് ഇതിനെ കുറിച്ചൊരു ഫസ്റ്റ് ഇംപ്രഷനും അൺബോക്സിംഗിലൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് ഒരു ഉണങ്ങിയ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു മെയിൻ മിററിന്റെ കറക്റ്റ് സെന്ററിൽ വരും കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റ് രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ഏരിയ നോക്കുന്ന തുടച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഈ ഒരു ഗ്ലാസിന്റെ ഞാൻ കാണിച്ച ഈ ഒരു പോർഷനിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ഇവിടെ ആയിട്ട് നമുക്കിത് കൊടുക്കാട്ടോ. ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ആംഗിളിലാണ് നമുക്ക് ക്യാമറ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ട. ആക്ച്വലി ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന മെമ്മറി കാർഡ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കോമ്പാറ്റബിൾ ആവുന്ന മെമ്മറി കാർഡ് നോക്കിയിട്ട് മേടിക്കണം. അല്ലാത്ത ചിലപ്പോൾ ഇതിനകത്ത് വർക്ക് ആവില്ല കേട്ടോ. നമുക്ക് ഇതങ്ങ് പൊളിച്ച് കളയാം. യെസ്, ഇവിടെ ഒട്ടിക്കാൻ പോവാണ്. യെസ്, നമുക്ക് ഇത്ര ഒരു 330 ഡിഗ്രി വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് നമുക്കിത് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് വിഷ്വൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ക്യാമറ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേബിൾ കണക്ട് ചെയ്യണം. കേബിൾ ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ മേളിക്കോടെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇതിലിങ്ങനെ കൊണ്ടുവരാനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, കേബിളിന് നല്ല നീട്ടം ഉണ്ട് കേട്ടോ. നീട്ടം ഒരിക്കലും കുറവില്ല. നീട്ടം എന്തായാലും കൂടുതലായാലേ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. യെസ്, ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിക്കോടെ ഇത് കൊണ്ടുവരണം. അതിനു വേണ്ടി ഒരു ടൂൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് കയറ്റി എല്ലാ വണ്ടികൾക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണും. ഈ ഒരു മേളിലത്തെ റൂഫ് കയറിയിരിക്കണം. അപ്പൊ അതിന്റെ ഇടക്കോട്ട് ഇങ്ങനെ പുറത്ത് കാണാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പൊ ഈ സാധനം കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി കയറ്റി കൊണ്ടുവരുക കാണാതെ. ഇച്ചിരി പണിയാണ്. ഇതിലെ കയറ്റി ഇതിന് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പണലിന് ഗ്യാപ്പിക്കോടെ വന്ന് ഞാൻ ഒന്നും ഊരി മാറ്റിയില്ല. ജസ്റ്റ് ഇതുകൊണ്ട് ഇങ്ങനെ തള്ളി കയറ്റി വെച്ച് കൊണ്ടു കേട്ടോ. ഇറക്കി ഇതിലെ ഇറങ്ങി താഴത്തിക്കൂടെ അതിന്റെ അറ്റം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നീട്ടമൊന്നും കൂടുതലില്ല കേട്ടോ. ഇത്ര കൂടുതൽ വന്നിട്ടുണ്ട്. ഈ USB നമുക്ക് ഒന്നെങ്കിൽ ഈ 12 വോൾട്ട് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് കുത്താം. എനിക്കിപ്പോൾ അല്ലാതെ തന്നെ ഇവിടെ USB പോർട്ട് ഉണ്ടാകും. ഇതിനകത്ത് കുത്താൻ വേണേൽ നമ്മളെ കുത്തിയപ്പോൾ തന്നെ ഇവിടെ അലേർട്ട് വന്നേ, ക്യാമറയിൽ നിന്ന് സൗണ്ട് വന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ട് ഈ അഡാപ്റ്റർ, ഇത് അതിൻ്റെ കൂടെ തന്നെ ക്യാമറയുടെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ഇതിൽ 2 USB പോർട്ട് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ കുത്തിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുത്താട്ടോ. ക്യാമറ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിഷ്വൽ നമുക്ക് ഇനി കിട്ടാനായിട്ട് ക്യാമറ നേരെയാണ് വെച്ചേക്കണേന്ന് അറിയില്ല. നമ്മൾ വിഷ്വൽ നോക്കണമല്ലോ. അപ്പൊ അതിന് ഇതുണ്ടോ, PDPA-ന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണിത്. ഡിവൈസ് കയറുക, കണക്ട് വൈഫൈ കൊടുക്കുക. വൈഫൈ ഇത് DDPA മിനി പ്രോന്റെ വന്ന് കിടക്കുന്നുണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ആപ്പിലേക്ക് പോവാം. ഇതുണ്ട്, ആപ്പിൽ പോകുമ്പോൾ തന്നെ നമുക്കിവിടെ വിഷ്വൽ കാണാൻ പറ്റും, നമ്മുടെ ക്യാമറ ഇരിക്കുന്ന ഇത്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ഇതുണ്ടോ, ഫോണിപ്പോൾ കാണാമോ നോക്കി. ഫോണിൽ ലൈവ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലൈവ് കാണുന്നത്. അപ്പം ഞാൻ കറക്റ്റ് ഒന്ന് തിരിച്ചിട്ട് ലൊക്കേഷൻ ചെയ്യുവാണ്. അന്നല്ലോ വീഡിയോ കഴിഞ്ഞ ഇപ്പൊ ഇത് കറക്റ്റ് നമ്മുടെ വണ്ടിയുടെ ബമ്പർ ഏകദേശം കാണാൻ പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് കറക്റ്റാണ്, ക്യാമറ സെന്ററിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലുള്ള വീടും നമ്മുടെ വണ്ടിയുടെ ബോണറ്റിന്റെ ഒരു ഏരിയ അതും കാണാം. അന്ന് വേണം നമുക്ക് ഇതുണ്ടോ, ഞാൻ ഇപ്പൊ ഇങ്ങനെ തിരിക്കും തോറും നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. അത് അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു നോക്കാം കേട്ടോ. ഈ ഒരു വ്യൂ മതി, ഇത് കറക്റ്റാട്ടോ. അപ്പൊ ഇതിങ്ങനെ ചെയ്താൽ മതി. ലൈവ് നമുക്കിത് കാണാൻ പറ്റും. വേണം നമുക്കിതുണ്ടോ, ഈ ഒരു ആപ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഫോട്ടോ ഞാനിപ്പോൾ എടുക്കാൻ പോവാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതപ്പോൾ ഡൗൺലോഡായി. നമുക്ക് കാണണമെങ്കിൽ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുണ്ടോ, റെക്കോർഡ് ചെയ്ത് കാണുന്നുണ്ട്. അല്ല, അത് ഓൾറെഡി ഇതെല്ലാം നമ്മുടെ മെമ്മറി കാർഡിനകത്ത് ഡൗൺലോഡ് ആകും. അപ്പം ക്യാമറയും ആപ്പും കൂടെ കണക്റ്റഡ് അല്ലേ. അപ്പം ആ മെമ്മറി കാർഡിൽ നിന്ന് എടുത്തിട്ട്
ഇതിനകത്ത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ആ മെമ്മറി കാർഡിൽ കിടക്കുന്ന ഇതേപോലെ നമുക്ക് നമ്മുടെ ഫോണിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ക്യാപ്ചർ ഉണ്ട്. ഇതുണ്ട്, ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം, ഫോട്ടോ ആയിട്ട് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പിടിപ്പിച്ച അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടല്ല ഇരിക്കുന്നത്, കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ ബാക്കിലായതുകൊണ്ട് തന്നെ ചെറിയ പീസില്ല. പിന്നെ നമ്മുടെ ഈ ഒരു വയർ കണ്ടോ, ഈ വയർ ഞാൻ പിടിപ്പിച്ച് ഇവിടെ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മടക്കിയിട്ട് വേണം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ സലോ ടേപ്പ് ചെയ്ത് വെച്ചാൽ കേട്ടോ. അത് ഞാൻ പിന്നെ ശരിയായിക്കോളാം. ഇനിയിപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഓടിച്ച് ക്യാപ്ചർ ആവുന്നതും ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റിയും പിന്നെ നൈറ്റിലുള്ള വിഷ്വൽ ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് ഒന്നും ഊരണ്ട. നമുക്ക് ആ ഒരു തന്നേക്കുന്ന സ്റ്റിക്ക് കൊണ്ട് കുത്തി കയറ്റിക്കൊണ്ടൊന്ന് പോയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇതിന്റെ വിഷ്വലും കൂടെ ഒന്ന് കാണാം കേട്ടോ. ഓക്കെ.